ട്രേഡേഴ്സ് ഇന്ന് ഏപ്രിൽ 30. അപ്പം ഇന്ന് നമ്മുടെ വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു നിഫ്റ്റിയുടെ. അപ്പം ഇന്ന് നമ്മുടെ ഇൻസൈഡ് ബാർ ഓപ്പണിംഗ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഇന്ന് മോർണിംഗിൽ നമുക്കുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ദയവായിട്ട് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ആ പ്ലേലിസ്റ്റ് ഇൻസൈഡ് ബാർ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ദയവായിട്ട് നിങ്ങൾ ആ കമന്റ് ബോക്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കിട്ടും. അപ്പം ആ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ആ സ്ട്രാറ്റജി കൂടാതെ ആ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഓരോരോ ദിവസങ്ങളിലും കോൾ സൈഡിലോട്ട് പുട്ട് സൈഡിലോട്ട് ഓപ്പണിംഗിൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു ഈ സ്ട്രാറ്റജി വെച്ചിട്ടെന്നുള്ളതിന്റെ അനേക ദിവസങ്ങളിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോ മാത്രം കണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അതിന് കറക്റ്റ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കിട്ടത്തില്ല. അപ്പം ഓരോരോ ദിവസങ്ങളിൽ അത് പല രീതിയിലായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എൻട്രിയുടെ ട്രിഗർ ആകുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അനേക ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ സ്ട്രാറ്റജി ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണും. അപ്പം അതുകൊണ്ട് ദയവായി അപ്പം ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്പം ഒറ്റ ദിവസത്തെ വീഡിയോ കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് ദയവായിട്ട് എല്ലാ വീഡിയോസും കാണുക. അപ്പം ഇന്ന് ഏപ്രിൽ 30 ഇന്ന് മാർക്കറ്റിന് ഓപ്പണിംഗിൽ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എൻട്രി എടുക്കാമായിരുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് മാർക്കറ്റിന് ഓപ്പണിംഗിൽ ഈ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പ്രകാരം നമുക്ക് കോൾ സൈഡിലോട്ടായിരുന്നു നമുക്ക് ഓപ്പണിംഗിൽ എൻട്രി നമുക്ക് ട്രിഗർ ആയത്. അപ്പം ആ ട്രേഡ് കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാനായിട്ട് ഈ ഓപ്പണിംഗ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയുടെ ഇത് ലോജിക്ക് എന്തായിരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം കോൾ സൈഡിലോട്ടാണെങ്കിൽ ഈ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് കോൾ സൈഡിലോട്ടാണ് എൻട്രി നമുക്ക് ട്രിഗർ ആകുന്നെങ്കിൽ അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റ് ഒരു സപ്പോർട്ടിലായിരിക്കണം മാർക്കറ്റ് നിൽക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഞാൻ ഒന്നുകൂടെ പറയണം, നമുക്ക് കോൾ സൈഡിലോട്ട് എൻട്രി ട്രിഗർ ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ മാർക്കറ്റ് ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ മാർക്കറ്റിന്റെ സപ്പോർട്ടിൽ ഓപ്പണിംഗിൽ നടക്കണം. അപ്പം ഇന്ന് നമുക്ക് നോക്കാം. അതായത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ അതായത് ഇന്നലെ മാർക്കറ്റ് ഏകദേശം ഇന്നലത്തെ ലോയ്ക്ക് അടുത്തായിരുന്നു മാർക്കറ്റ് ക്ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പൊ ഇന്ന് മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇതിപ്പോ 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തെ നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇതിനെ ചാർട്ട് കീപ്പ് ചെയ്യണം നിഫ്റ്റിയിൽ. അതിനുശേഷം പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുകയും വേണം. അതായത് ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ മോർണിംഗിൽ ഇപ്പൊ നമുക്കിപ്പം മാർക്കറ്റ് അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും ഇന്ന് രാവിലെ തന്നെ PD അതായത് പ്രീവിയസ് ഡേ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കൊരു പേടി വരും. അതായത് മാർക്കറ്റ് ഒന്നാമത് ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയും മാർക്കറ്റ് PD ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓപ്പണിംഗിൽ. അപ്പൊ നമുക്കൊന്നൊരു പേടി വരും മാർക്കറ്റിന് ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് പൊട്ടി താഴോട്ട് പോവാണെന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ തന്നെ ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺവിക്ഷനോട് കൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവലാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏപ്രിൽ 28 മാർക്കറ്റ് 2 തവണ റെസിസ്റ്റൻസ് എടുത്തൊരു ലെവൽ ഉണ്ടായിരുന്നു, ഈ ലെവല്. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതായത് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ഷാർപ്പായിട്ട് അവിടെ ബ്രേക്ക് ഔട്ട് നടന്നു. അതിനുശേഷം അന്ന് തന്നെ വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും അത് സപ്പോർട്ടായി അല്ലെ. വീണ്ടും അവിടെ വന്നപ്പോഴത്തേനും അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി. അപ്പം ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവലുകൾ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അപ്പം ഈ ഒരു ലെവൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കാര്യം ഇത് ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിന് ഓപ്പണിംഗിൽ, കാരണം മാർക്കറ്റിന് ഓപ്പണിംഗിൽ നമുക്ക് അധികം സമയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇതിന് മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ഈ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ ഓപ്പണിംഗിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണം, അതായത് നമുക്ക് കോൾ സൈഡിലോട്ട് എൻട്രി നമുക്ക് ട്രിഗർ ആവണമെങ്കിൽ
ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കേണ്ടത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ ഒരു സപ്പോർട്ടിലായിരിക്കണം. അപ്പം ഇവിടെ സപ്പോർട്ട് എന്താണ്? ഒരു പ്രീവിയസ് ഡേയിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ആയിട്ടുള്ള ലെവൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം കൃത്യം ആ ലെവലിലാണ് മാർക്കറ്റ്. അപ്പം ഞാനത് ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലൂടെ ഈ ചാർട്ട് നമുക്കൊന്ന് മാറ്റാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡില് ഈ ഇന്നലത്തെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിലും എവിടെയാണ് മാർക്കറ്റ് ഓപ്പണിംഗിൽ സപ്പോർട്ട് എടുത്ത് നിങ്ങൾ വളരെ കണ്ടോ? അതായത് എത്ര ബ്യൂട്ടിഫുൾ ആണ്. അതായത് ഒരു റെസിസ്റ്റൻസ് ടേൺഡ് സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് ഓപ്പണിംഗിൽ പിടിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അതുകൂടാതെ ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. അതായത് 1 മിനിറ്റിൽ നിങ്ങളുടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണ്? അതായത് സി സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? മാർക്കറ്റ് ഓപ്പണിംഗിൽ ഒരു സപ്പോർട്ടിലായിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അവിടെ നടന്നു. അതായത് സപ്പോർട്ടിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു. അപ്പൊ സപ്പോർട്ടിലായിരിക്കണം. നമുക്ക് കോൾസെയിലോട്ട് എൻട്രി എടുക്കാവുന്നത് എപ്പോഴാണ്? നമുക്ക് ആദ്യത്തെ 1 മിനിറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഒരു സപ്പോർട്ടിലാണെങ്കിൽ 1 മിനിറ്റിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കണം. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു സപ്പോർട്ടിലാണ്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് ഒരു ഓപ്പണിംഗിൽ നമുക്കുണ്ടായിരുന്ന ഒരു നല്ലൊരു സപ്പോർട്ടിലാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെയായിരിക്കണം ഫോം ചെയ്യേണ്ടത്? ഇതിന് താഴോട്ടോ അല്ലെങ്കിൽ മേളിലോട്ടോ പോകാൻ പാടില്ല. ഈ ഒരു ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ അകത്ത് തന്നെ ഫോർമേഷൻ നടക്കണം. അപ്പൊ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ഒരു സപ്പോർട്ടിൽ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിനകത്ത് തന്നെ ഫോം ചെയ്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി ഓപ്പണിംഗിൽ നമുക്ക് കോൾ സൈഡിലോട്ട് ട്രിഗർ ആകണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ. അതായത് ഓപ്പണിംഗിൽ സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ ഓപ്പണിംഗിൽ സപ്പോർട്ടിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു. ഇനി നമുക്ക് വേണ്ടി എന്താണ്? അതായത് ആ ഒരു സപ്പോർട്ട് നമുക്ക് കോൾ സൈഡിലോട്ടാണ് എൻട്രി എങ്കിൽ, അപ്പൊ നമുക്ക് സപ്പോർട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കോൾ സൈഡിലോട്ടാണ് എൻട്രി. അപ്പൊ നമ്മുടെ എൻട്രി പോയിന്റ് എവിടെയാണ്? അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോയിലാണ് നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇനിയും ആ ലോയിൽ നമുക്ക് എൻട്രി എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ, അതായത് അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ, മൂന്നാമത്തെ ക്യാൻഡിൽ, നാലാമത്തെ ക്യാൻഡിൽ ഇപ്പം ഇവിടുന്ന് ഇത് മേലോട്ട് പോയി. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇത് മിസ്സായെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ വീണ്ടും ഇവിടെ തിരിച്ച് ഇതിനടുത്തോട്ട് വരുമ്പോഴത്തേനും ഇതിന് നിയറസ്റ്റ് ആയിട്ട്, അതായത് ഈ ലോയ്ക്ക് നിയറസ്റ്റ് ആയിട്ടാണ് എൻട്രി എടുക്കേണ്ടത്. അതാണ് ഫസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയും ഇവിടെ നിങ്ങൾക്ക് മിസ്സായെങ്കിൽ രണ്ടാമത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ഹൈ മാർക്ക് ചെയ്യണം. ആ ഹൈയുടെ റീടെസ്റ്റിലാണ് നമുക്ക് അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരു റീടെസ്റ്റ് നടന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് 24,300 നമ്മുടെ ഇൻ ദ മണി കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ഇന്ന് എക്സ്പയർ ചെയ്യുന്ന 24,300ന്റെ സിയുടെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയെ അവിടെ വന്നപ്പോഴത്തേനും. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഇപ്പൊ ഇതുണ്ട്. അപ്പം ഈ ഒരു 9:26ന്റെ 1 മിനിറ്റ് ക്യാൻഡല് ജസ്റ്റ് ഇതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പം ഇവിടെ നിങ്ങൾക്ക് സംശയിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് എൻട്രി എടുക്കാൻ ഇവിടെ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഓപ്പണിംഗിൽ ഒരു സപ്പോർട്ടിൽ നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു 9:25ന്റെ ക്യാൻഡൽ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തിരിക്കണം. അപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മാക്സിമം 10 പോയിന്റ് ആണ്. അതായത് ഈ ലോയുടെ താഴെ മാക്സിമം പ്രീമിയത്തിനകത്ത് 10 പോയിന്റ് ആണ്. അപ്പം ഈ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 24 രൂപയാണ്. അപ്പം 24 രൂപയിൽ നിന്ന് 10 രൂപ താഴെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 14 രൂപയാണ്. അപ്പം 14 രൂപയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 14 രൂപയിലോട്ട് പ്രീമിയം പോയി കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ ഹിറ്റായി, നമ്മൾ എക്സിറ്റ് ആയി. അപ്പം ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട്, അതായത് ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഓപ്പണിംഗിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ട് ഫോർമേഷൻ നടന്നെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണ് അടച്ച് നമ്മൾ ഈ ലോയിൽ എൻട്രി എടുക്കുക. കാരണം ഇത് പൊട്ടുവോ താഴോട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കാരണം നിങ്ങൾ ഇവിടെ എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഇൻ ബിറ്റ്വീൻ ഈ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈക്കോ ലോയ്ക്കോ ഇടയ്ക്കോ നമുക്കൊരു എൻട്രി ഇല്ല. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയിൽ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോയില് ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എൻട്രി ഇല്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റ് നമുക്ക് കിട്ടണം. അതായത് ഇവിടുന്ന് ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട്
നമുക്കൊരു റീടെസ്റ്റ് വരണം. അതായത് ഇവിടുന്ന് മേളിലോട്ട് പോയിട്ട് വീണ്ടും ഈ ലെവലിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ണടച്ച് നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ. അപ്പം ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും ഇത് വീണ്ടും താഴോട്ട് പോകുമെന്ന് നമ്മൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ബയർക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെറിയ SL കിട്ടുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 2 ലെവലാണ്. അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിന്റെ ലോയും ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ആ ലെവലിൽ റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനാണ് രണ്ടാമത്തെ എൻട്രി പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമുക്ക് 2 എൻട്രി പോയിന്റ് ഉള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ മിസ്സായി എൻട്രിയിൽ പിന്നെ അടുത്ത എൻട്രി എവിടെയാണ്? ഇവിടെ. ഈ രണ്ടിടത്ത് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് എൻട്രി എടുക്കാനേ പറ്റത്തില്ല, നിങ്ങൾ വിട്ടേക്കുക. അപ്പം ഇത് ഓപ്പണിംഗിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ ഒരു കാര്യം. അതായത് ഈ പറയുന്ന സപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നു. ഈ ഓപ്പൺ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്പണിംഗിൽ റെസിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ പുട്ട് സൈഡിൽ നേരെ തിരിച്ചെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഈ ഒരു ഓപ്പൺ കാൻഡലിന്റെ ഹൈയിലായിരിക്കണം നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പം അവിടെ എത്തുമ്പോഴത്തേനാണ് നമ്മൾ പ്രീമിയത്തിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സ്ട്രാറ്റജി വീഡിയോക്കകത്ത് ഞാനിപ്പം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ചാനലിനകത്ത് ഞാൻ മൾട്ടിപ്പിൾ ഡേയ്സിലെ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു 10 വീഡിയോയ്ക്ക് മേളിൽ ഓരോ ദിവസങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഓരോരോ ദിവസങ്ങളിലെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഒരു ദിവസം വീഡിയോ മാത്രം കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റിനകത്തുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് കമന്റ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അതെനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമന്റിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് ദയവായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.